നിങ്ങൾ ആരെങ്കിലും പേടിക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇബ്ലീസിനെയും രണ്ട് മൊയ്ലിയന്മാരെയും. ഈ രണ്ട് സംഗതി അല്ലാതെ മുസ്ലിങ്ങൾക്ക് പേടിക്കാൻ വേറൊന്നുമില്ല. മൂർഖം പാമ്പിനെ പോലും പേടിക്കണ്ട. അള്ളാന്റെ ഖുർആൻ അള്ളാഹ് അവതരിപ്പിച്ചു ജനങ്ങൾക്ക് വേണ്ടി. അള്ളാഹ് പറയാണ്, അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ-ളുലുമാതി ഇലൻ-നൂർ. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മനുഷ്യരാശിയെ നയിക്കാൻ, മനുഷ്യരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനാണ് ഈ ഗ്രന്ഥം. എന്നിട്ട് പറയാണെന്ത്? ആ ഗ്രന്ഥം പഠിക്കണ്ട, അർത്ഥം പഠിക്കണ്ട, ഓതല് തന്നെ നിർബന്ധമായത് ഫാത്തിഹാണ്. അത് അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല, പ്രത്യേക സുന്നത്തുല്ല എന്ന് കിതാബ് എഴുതി. കേരളത്തില് എഴുതിയത് ജൂതനല്ല, സംഘപരിവാരല്ല, ഹൈന്ദവനല്ല, യുക്തിവാദിയല്ല, എ ജബ്ബാർ അല്ല, സി രവിചന്ദ്രനല്ല, ഒരു പച്ച മൊയ്ലിയാര്. മൊയ്ലിയാർ എഴുതിയ കിതാബ് എന്താണ്? ഖുർആൻ പഠിക്കരുതേ മക്കളെ, പാളക്കിതാബ് നെഞ്ചിലേറ്റിക്കൊളീ. മൊഴിയൊന്നും കളയാതെ പിളയാതെ ചൊന്നോർക്ക് മണിമേടം സ്വർഗത്തിൽ നായം കൊടുക്കുമേ. വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമല്ലാതെ മൊയ്തീമാല ചെല്ലിയാല് സ്വർഗത്തിൽ മണിമേടം കൊടുക്കും ചെയ്താന്. അതേ മനുഷ്യർ പറയണെന്ന് ഇമാം ബൂസിരിയിലെ അർത്ഥം പഠിക്കണം, അത് നിർബന്ധാണ്. കാരണം ഇമാം ബൂസിരിയുടെ ബുർദയില് അർത്ഥമുള്ള ആശയ സമ്പുഷ്ടതയുള്ള പ്രാർത്ഥന ഉണ്ട്. എങ്ങനെയുണ്ട് ആലോചിച്ചു നോക്ക്. ഒരു പുസ്തകം എഴുതി, അതിന്റെ 16ാമത്തെ പേജിൽ പറയാ ഖുർആൻ അർത്ഥം പഠിക്കരുത്. ഇന്ന് വേറൊരു പുസ്തകത്തിന്റെ 16ാമത്തെ പേജ് പറയാണ് ഇമാം ബൂസിരിയുടെ ബുർദ അർത്ഥം പഠിക്കൽ നിർബന്ധാണ്. കാരണം ഇതിൽ വലിയ കണ്ടന്റ് ഉണ്ട്. ആലോചിച്ചു നോക്ക്. ഒരു കവി എഴുതിയ പുസ്തകം വായിക്കൽ നിർബന്ധം, അള്ളാന്റെ ഗ്രന്ഥോ? സുഹൃത്തുക്കളെ, ഇതൊന്നും ഏതെങ്കിലും ഒരു ദക്ഷിണാഫ്രിക്കയിൽ നടന്ന കാര്യമല്ല. ഈ കേരളത്തിലെ മൊയ്ലിയാന്മാരെന്ന് പറയുന്ന ലോകത്തിന്റെ ഏറ്റവും വലിയ ശാപം, ആ ശാപങ്ങൾ എഴുതിയ പുസ്തകത്തിന്റെ പേരാണ്. മനസ്സിലായിക്കോളെ. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല നബിയൊക്കെ എന്തിനെ ഇത്ര ഏറും കുത്തും കൊണ്ടത്? ഈ ഖുർആൻ പഠിപ്പിച്ചതിന്റെ പേരിൽ. അർത്ഥമൊന്നും പറയണ്ട, ജനങ്ങൾക്കൊന്നും മനസ്സിലായില്ലേ, മക്കയില് മാറ്റം ഉണ്ടാവുമോ? ചങ്ങായിമാരെ, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഒരല്പം ബുദ്ധിയുള്ളവരോട്, എന്റെ കടുപ്പിച്ച ഭാഷ പറയുകയാണെങ്കിൽ അരിയാഹാരം കഴിക്കുന്നവരോട് ഞാൻ ചോദിച്ചോട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ റസൂല് 40 കൊല്ലം അവിടെ ജീവിച്ചല്ലോ. മക്കയില് പൊന്നാര സുഹൃത്തുക്കളെ 40 കൊല്ലം, 4 ദിവസമല്ല, 4 മാസമല്ല, 4 വർഷമല്ല, 40 കൊല്ലം മക്കയില് ജീവിച്ചില്ലേ? ഇല്ലേ? മക്കയില് ജീവിച്ചില്ലേ? ആ സമൂഹത്തിൽ മദ്യപാനം ഇല്ലാണ്ടായോ? വ്യഭിചാരം ഇല്ലാതായോ? അല്ലാത്തവരുള്ള ദുആ ഇല്ലാതായോ? അള്ളാനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നൊരവസ്ഥ, ആ അവസ്ഥ ആ സമൂഹത്തിൽ 40 കൊല്ലം നബി പ്രവാചകനാകുന്നതിന് മുമ്പ് ജീവിച്ചല്ലോ. എന്നിട്ടുണ്ടായോ? നല്ലൊരു പോയിന്റാണ് പഠിപ്പിക്കുന്നത് ചിന്തിക്കുന്നവർക്ക്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യപിച്ചിരുന്നോ 40 വയസ്സ് വരെ? ഇല്ല. വ്യഭിചരിച്ചിരുന്നോ? ഇല്ല. സ്വവർഗരതിയിൽ ഏർപ്പെട്ടിരുന്നോ? ഇല്ല. പലിശക്ക് കൊടുത്തിരുന്നോ? ഇല്ല. ഇബ്രാഹിം നബിയെ കാക്കണേന്ന് ജീവിതത്തിൽ എപ്പോഴെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല. എന്നിട്ടും അറബ് ജനത നാടിയോ? നന്നായോ? മാറിയോ? ഇല്ല. അവരെ കുറിച്ച് അള്ളാഹ് എന്താ പറഞ്ഞേ? നബി വരുന്ന സമൂഹത്തെ കുറിച്ച് അള്ളാഹ് എന്താ പറഞ്ഞേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച 40 കൊല്ലത്തെ ജനങ്ങളെ കുറിച്ച് നബി അവിടെ ഉണ്ടായിരിക്കെ അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞത് എന്താ പറഞ്ഞത്? വ്യക്തമായ വഴികേടിലായിരുന്നു. 40 കൊല്ലം പ്രവാചകൻ അവിടെ ഉണ്ടായിട്ടും ആ ജനതയെ പറ്റി അള്ളാഹ് എന്താ പറയണേ? വഴികേടിലായിരുന്നു. ഖുർആൻ പൂർത്തിയാകുമ്പോ ആ ജനതയെ കുറിച്ച് അള്ളാഹ് എന്താ പറഞ്ഞത്? ലോകത്തിലെ ഏറ്റവും ഖൈർ ഉമ്മത്ത്. ആദ്യം എന്താ അള്ളാഹ് പറഞ്ഞത്? ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പുള്ള ജനതയെ കുറിച്ച് എന്താ പറഞ്ഞത്? ഏറ്റവും വഴിവെച്ചവർ. ഖുർആൻ ഇറങ്ങിയത് പൂർത്തിയാകുമ്പോ അവരെ കുറിച്ച് എന്താ പറഞ്ഞത്? ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യർ. ഞാൻ ചോദിക്കുകയാണ്, കള്ള മൊയ്ലിയാന്മാരോട് ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെ മാറി? ഇക്കാസ മുസ്ലിയാർ എന്ന അള്ളാഹുവിന്റെ ശത്രുവിനോട് ഞാൻ ചോദിക്കുകയാണ്, അല്ല എങ്ങായി ഈ 40 കൊല്ലം ഖുർആൻ ഇറങ്ങാതെ 23 കൊല്ലം ഖുർആൻ ഇറങ്ങിയപ്പോ ലോകത്തിലെ ഏറ്റവും ഉത്തമ ജനത ഉണ്ടായത് മുഹമ്മദ് നബി 40 കൊല്ലം അവിടെ ജീവിച്ചപ്പോ ഇല്ലാത്തൊരു സംഗതി അവിടെ ഉണ്ടായത് എങ്ങനെ ചോറാണ് തിന്നുന്നതെങ്കിൽ ചിന്തിക്കും. വേറെ എന്തെങ്കിലും ആണ് എനിക്ക് അഭിപ്രായമില്ല. ഞാനിങ്ങനെ പറയുന്നതിന് ഒരുപാട് കാരണമുണ്ട്, കടുപ്പിച്ച് പറയുന്നതിന് ഒരുപാട് കാരണമുണ്ട്. മുസ്ലിം സമുദായം, നമ്മൾ ഇപ്പൊ കർണാടക മുസ്ലിം സമുദായം RSSനൊന്നും ഒരിക്കലും പേടിക്കുകയേ ചെയ്യരുത്. ഒരു ഉപദ്രവവും നമുക്ക് ചെയ്യൂല, ദുനിയാവിലും ചെയ്യൂല, ആഖിറത്തിലും ചെയ്യൂല.
നിങ്ങൾ ആരെങ്കിലും പേടിക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇബ്ലീസിനെയും രണ്ട് മൊയ്ലിയാന്മാരെയും. ഈ രണ്ട് സംഗതി അല്ലാതെ മുസ്ലിങ്ങൾക്ക് പേടിക്കാൻ വേറൊന്നുമില്ല. മൂർഖമ്പാമ്പിനെ പോലും പേടിക്കണ്ട. അതിനടുത്ത് കഴുത്തിലിട്ടാൽ പോലും ഒരു മൊയ്ലിയാർക്ക് ഷെയ്ക്കൻഡ് കൊടുത്താൽ നരകത്ത് പോകും. ഒരു പാമ്പിനടുത്ത് കഴുത്തിലിട്ടാൽ ചിലപ്പോൾ സ്വർഗത്ത് പോകും. മനസ്സിലാക്കാൻ വേണ്ടിയാണ് കടുപ്പത്ത് പറയാണ്, നല്ല സ്ട്രോങ്ങിൽ. നിങ്ങൾ നല്ലോണം മനസ്സിലാക്കുള്ളൂ. എന്തുകൊണ്ട്? പിശാച് മനുഷ്യനെ നരകത്തിലേക്കാണ് ക്ഷണിക്കുന്നത്, മൊയ്ലിയാന്മാരും മനുഷ്യരെ നരകത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. ഈ വസ്തുത എന്തുകൊണ്ടറിയോ? ഞാൻ നിങ്ങളോട് വീണ്ടും ചോദിക്കുകയാണ്, 40 കൊല്ലം റസൂൽ അവിടെ ജീവിച്ചിട്ട് ഒരു മനുഷ്യൻ നന്നായോ? അബൂബക്കർ സിദ്ദീഖ് നബീന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് ആയിരുന്നു പ്രവാചകനാകുന്നതിന് മുമ്പും, അല്ലേ? മാറി എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് ഒന്നാമത്തെ മുസ്ലിമായോ? എന്തേ മാറാത്ത? അപ്പൊ എങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? തലച്ചോറ് മുജാഹിദിന് തലച്ചോറ് കൊടുത്തിരുന്നോ? എന്താ മാറാത്ത? 40 കൊല്ലത്തിന് ശേഷം എന്ത് പുതുമ അവിടെ ഉണ്ടായത്? ഒരു വേദഗ്രന്ഥം ഇറങ്ങി, അതിനുശേഷം സമൂഹം നന്നായി. അപ്പോ മുഹമ്മദ് നബിക്കാണോ പ്രാധാന്യം, ഖുർആനാണോ പ്രാധാന്യം? മടിക്കൊന്നും വേണ്ട. മുഹമ്മദ് നബിക്കാണോ പ്രാധാന്യം, ഖുർആനാണോ പ്രാധാന്യം? അള്ളാഹുവിന്റെ കലാമിന്റെ മഹത്വമാണോ, റസൂലിന്റെ മഹത്വമാണോ? റസൂലിന്റെ മഹത്വം ഉണ്ട്, അത് വേറെ നിലക്ക് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. അതല്ല എന്റെ ചോദ്യം. 40 കൊല്ലം അള്ളാനെ മാത്രം ആരാധിച്ച ആളാ മുഹമ്മദ് നബി. വേറൊരു സിട്ടിനെ ആരാധിച്ചിട്ടില്ല. ഒരു ലാത്തനെയും മനാത്തനെയും ഉസ്സനെയും ഒന്നും വിളിച്ചിട്ടില്ല. അബൂജഹൽ വിളിച്ചിരുന്നു, നബി വിളിക്കാറുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വന്ന കുറെ ആളുകൾ അങ്ങനത്തെ ആളുകളായിരുന്നു. ഔലിയാക്കളോട്, അമ്പിയാക്കളോട്, ജിന്നുകളോട്, മലക്കുകളോട് ഒക്കെ സഹായം തേടിയവരായിരുന്നു. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബീനെ കണ്ടിട്ട് മുഹമ്മദ് നബി കള്ളു കുടിക്കുന്നില്ല, മുഹമ്മദ് കള്ളു കുടിക്കുന്നില്ല നബി ആകുന്നതിന് മുമ്പ്. അതുകൊണ്ട് നമ്മളും കുടിക്കൂല എന്ന് തീരുമാനിച്ച ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു മക്കയില്. 40 വയസ്സ് വരെ ചിന്തിക്കുന്നവർക്കാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാകുന്നതിന് മുമ്പ് പലിശ വാങ്ങിയിരുന്നോ? മോനെ കൊടുത്തിരുന്നോ? അത് കണ്ടിട്ട്